നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കാർഗിൽ യുദ്ധത്തിന്റെ വിജയസ്മരണയ്ക്ക് ഇന്ന് കാൽനൂറ്റാണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കാർഗിൽ യുദ്ധ സ്മാരകം സന്ദർശിക്കും. കർത്തവ്യ നിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച ധീരസൈനികർക്ക് പ്രധാനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഇതോടൊപ്പം ലേയിലേക്ക് എല്ലാ കാലാവസ്ഥയിലും സമ്പർക്ക സൗകര്യമൊരുക്കുന്ന ഷിഗുൻല തുരങ്ക പദ്ധതിക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കമിടും. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നീറ്റ് UG പരീക്ഷയുടെ പുതുക്കിയ റാങ്ക് പട്ടിക NTA പ്രസിദ്ധീകരിച്ചു. ഒരു ചോദ്യത്തിന് തെറ്റായ ഉത്തരം നൽകിയവരുടെ മാർക്ക് തിരുത്തി റാങ്ക് പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. 4 ലക്ഷം പേർക്ക് സുപ്രീം കോടതി തീരുമാനപ്രകാരം 5 മാർക്ക് കുറഞ്ഞു. ഇതോടെ മുഴുവൻ മാർക്കോടെ ഒന്നാം റാങ്ക് നേടിയവരുടെ എണ്ണം 67-ൽ നിന്ന് 17ആയി. ഒന്നാം റാങ്ക് കിട്ടിയ 40 പേർക്കാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ പ്രകാരം 5 മാർക്ക് നഷ്ടമായത്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് 10 ദിവസം പിന്നിട്ടു. ഇന്നലത്തെ തെരച്ചിലും നിരാശാജനകമായിരുന്നു. അർജുൻ ദൗത്യം ഇനിയും ദിവസങ്ങൾ നീണ്ടേക്കുമെന്നാണ് സൂചന. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഷിരൂർ ഉൾപ്പെട്ട ഉത്തര കാനഡയിൽ അടുത്ത 3 ദിവസം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗംഗാവാലി നദിയിൽ ഇപ്പോഴും അടിയൊഴുക്ക് ശക്തമാണ്. മഴയായതിനാൽ ഇന്നലെ രാത്രിയിൽ ഡ്രോൺ പരിശോധന നടന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഗംഗാവാലി നദിയിൽ ഇറങ്ങാൻ കഴിയില്ലെന്ന് സൈന്യം വ്യക്തമാക്കി. കാലാവസ്ഥ അനുകൂലമാകും വരെ കാത്തിരിക്കുകയല്ലാതെ മറ്റ് ബദൽ മാർഗങ്ങളൊന്നും മുന്നിലില്ലെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു. ഗംഗാവാലി പുഴയിൽ 20 അടി താഴ്ചയിൽ കണ്ടെത്തിയ ലോഹഭാഗങ്ങൾ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതാണെന്ന് തന്നെയാണെന്ന് ദൗത്യസംഘം സ്ഥിരീകരിച്ചു. സേനകൾക്ക് സിഗ്നൽ ലഭിക്കുന്ന അതേ സ്ഥലത്ത് നിന്നാണ് ബോർഡ് സിഗ്നലും ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ നടത്തിയ ഡ്രോൺ പരിശോധനയിലും പുഴക്കടിയിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ദൗത്യസംഘത്തിന് സാധിച്ചിട്ടില്ല. സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൽ 2 ദിവസമായി ഫയലിംഗ് പണിമുടക്കിയതോടെ ഫയൽ നീക്കം പൂർണ്ണമായി നിലച്ചു. ഇത് കാരണം ഒരു ഉത്തരവ് പോലും വകുപ്പുകൾക്ക് ഇറക്കാനാകുന്നില്ല. 1.5 മാസം മുമ്പാണ് ഫയലിംഗ് സംവിധാനത്തിൽ പുനഃക്രമീകരണം കൊണ്ടുവന്നത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ ഓഫീസ് പൂർണ്ണമായും പണിമുടക്കിയതിനാൽ ഫയലുകൾ തുറക്കാൻ പോലും ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. ഫയലിംഗ് നടപ്പിലാക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിനെ വിവരം അറിയിച്ചെങ്കിലും 2 ദിവസമായിട്ടും എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താൻ പോലും NICക്ക് കഴിഞ്ഞിട്ടില്ല. അധിക്ഷേപകരമായ വാർത്തകൾ നൽകിയെന്നാരോപിച്ച് അർജുൻ്റെ കുടുംബം നൽകിയ പരാതിയിൽ സൈബർ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ട് ഉടമകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണം നടക്കുന്നുവെന്നാണ് അർജുൻ്റെ കുടുംബം പരാതി നൽകിയത്. വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ എഡിറ്റ് ചെയ്ത് മാറ്റിയാണ് പ്രചാരണം. ചില യൂട്യൂബ് ചാനലുകളും അധിക്ഷേപകരമായ വാർത്തകൾ നൽകിയെന്ന് പരാതിയിൽ പറയുന്നു. കോഴിക്കോട് സൈബർ സെല്ലിലാണ് കുടുംബം പരാതി നൽകിയത്. കർണാടകത്തിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ മര്യാദഘട്ട പ്രചരണമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഉരുൾപൊട്ടി ഉണ്ടാകുന്ന കല്ലും മണ്ണും കാണാത്തവരാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നും കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ എത്രയോ ആളുകളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്ന് നമ്മൾ മറന്നുപോകുന്നുവെന്നും സതീശൻ പറഞ്ഞു. മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടായിരുന്ന സ്ഥലത്താണ് ശ്രമകരമായ രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്നും ആമയിഴഞ്ചാൻ തോട്ടിലെ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച പോലെ കർണാടകത്തിലെ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണമെന്നും സതീശൻ പറഞ്ഞു. TNTUC നേതാവായിരുന്ന രാമഭദ്രൻ വധക്കേസിലെ 18 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് CBI കോടതി. 4 പേരെ വെറുതെ വിട്ടു. കൊലപാതകം, ഗൂഢാലോചന, ആയുധം കയ്യിൽ വയ്ക്കുക എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. 2010 ഏപ്രിൽ 10-നാണ് വീടിനുള്ളിൽ കയറി രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വെറുതെ വിട്ട പ്രതികളിൽ ജയമോഹൻ CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. തിരുവനന്തപുരം CBI കോടതി ഈ മാസം 30-ന് ശിക്ഷ വിധിക്കും. തിരുവനന്തപുരം മംഗലപുരത്ത് ജനവാസ കേന്ദ്രത്തിൽ കണ്ടെത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടിവെച്ച് പിരപ്പനങ്കോട് ഭാഗത്ത് വെച്ചാണ് കാട്ടുപോത്തിനെ വെടിവെച്ചത്. വെടികൊണ്ട് വിരണ്ടോടിയ പോത്ത് തെന്നൂർ ദേവീക്ഷേത്രത്തിന് സമീപം മയങ്ങി വീണു. ടെക്നോ സിറ്റി ക്യാമ്പസിന് പിറകുവശത്തെ കാട് പിടിച്ച പറമ്പിൽ ഇന്നലെ രാത്രിയാണ് കാട്ടുപോത്ത് എത്തിയത്.
മലപ്പുറം പുളിക്കൽ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 102 പേർ ഇതുവരെ മഞ്ഞപ്പിത്തം ബാധിച്ചു. 59 വിദ്യാർത്ഥികൾക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പുളിക്കൽ പഞ്ചായത്തിലെ അരൂർ AMUP സ്കൂൾ ഈ മാസം 29 വരെ അടച്ചു. ആരോഗ്യ വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നിർദ്ദേശത്തെ തുടർന്നാണ് സ്കൂൾ അടച്ചത്. കണ്ണൂർ കോട്ടയിലെത്തിയ സ്ത്രീയെയും പുരുഷനെയും ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച പോലീസുകാരന് സസ്പെൻഷൻ. സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവീഷിനെയാണ് സസ്പെൻഡ് ചെയ്ത്. സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് നടപടി. വാഴക്കുളം സെന്റ് ജോർജ് ഫെറോന പള്ളി വികാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഫാദർ ജോസഫ് കുഴക്കണ്ണിയിലിനെയാണ് പള്ളിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏറെ നാളായി വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളായിരുന്നു ഫാദർ ജോസഫ് എന്നും ഇതിനുള്ള മനോവിഷമമാകാം ആത്മഹത്യക്ക് കാരണമെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇഷ്ടമില്ലാത്ത വിവാഹം നടത്തിയതിന് സഹോദര ഭാര്യയെയും ഇവരുടെ 2 മക്കളെയും കുത്തിക്കൊന്ന ശേഷം ടെക്കി യുവാവ് ജീവനൊടുക്കി. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുനിറെഡ്ഡി നഗറിലായിരുന്നു സംഭവം. മുനിറെഡ്ഡി നഗർ സ്വദേശി സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ മോഹനാണ് സഹോദരൻ ദോസിന്റെ ഭാര്യ സുനിത, മക്കളായ ദേവിശ്രീ, നീരജ എന്നിവരെ കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം മോഹൻ വീട്ടിലെ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. മോഹൻ ഇഷ്ടമില്ലാതെയാണ് മൂത്ത സഹോദരനായ ദോസും കുടുംബവും ഇയാളുടെ വിവാഹം നടത്തിയത്. പൂനെയിൽ കനത്ത മഴ. നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ജനജീവിതം താറുമാറായി. വിവിധ സംഭവങ്ങളിൽ വൈദ്യുതാഘാതമേറ്റ് 3 പേരടക്കം 4 മരണവും വ്യാപക നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മദ്യനയ കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നീട്ടി. CBI കേസിലാണ് നടപടി. ആഗസ്റ്റ് 8 വരെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നീട്ടിയത്. റൌസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ്. മനീഷ് സിസോദിയ, BRS നേതാവ് K കവിത എന്നിവരുടെ കസ്റ്റഡി കാലാവധിയും നീട്ടിയിട്ടുണ്ട്. നിപ്പ പരിശോധനയിൽ ഇന്നലെ 8 പേരുടെ ഫലങ്ങൾ നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതോടെ ആകെ 66 സാമ്പിളുകളാണ് നെഗറ്റീവായത്. പുതുതായി 2 പേരാണ് അഡ്മിറ്റായത്. മലപ്പുറം കളക്ടറേറ്റിൽ ഇന്നലെ വൈകുന്നേരം ചേർന്ന നിപ്പ അവലോകന യോഗത്തിൽ മന്ത്രി വീണ ജോർജ് ഓൺലൈനായി പങ്കെടുത്തു. സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരും ഐസൊലേഷൻ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അല്ലാത്തവർക്കെതിരെ കർശന നടപടിയെ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.